നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്കിന്ന് ഡിവൈൻ നൽകുന്ന എനർജി എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്. നിങ്ങളുടെ എനർജി ബേസിൽ നമ്മൾ കണക്റ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇന്നത്തെ കറൻറ്റ് സമയം എങ്ങനെയാണ്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ എവിടെയൊക്കെയാണ് ഇന്ന് ശ്രദ്ധിക്കേണ്ടത്, ആക്ഷൻ എടുക്കേണ്ടത് തുടങ്ങിയ കരിയർ, ഫിനാൻസ്, റിലേഷൻഷിപ്പ്, ഇതെല്ലാം കണക്റ്റ് ചെയ്ത് തന്നെയാണ് നമുക്ക് ഓരോ ദിവസത്തെയും യൂണിവേഴ്സൽ മെസ്സേജ് എടുക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എനർജി റെസനേറ്റ് ആവണമെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ ഉണ്ടാവണം. അപ്പോൾ അതനുസരിച്ച് തന്നെ നിങ്ങൾ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. പിന്നെ അഫർമേഷൻസ് എഴുതാൻ മറക്കരുത്. കമൻറ്റിൽ എല്ലാ ദിവസവും നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് അഫർമേഷൻസ് എഴുതണം. നിങ്ങളുടെ കരിയറിലാണെങ്കിലും സാമ്പത്തികപരമാകുന്ന ഒരു വരുമാനം ഏത് രീതിയിൽ വരണമെന്നുള്ളതും അതുപോലെ തന്നെ റിലേഷൻഷിപ്പുകളിൽ വരേണ്ട മാറ്റങ്ങൾ എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു സ്വപ്നമുണ്ടല്ലോ, ഒരു ആഗ്രഹമുണ്ടല്ലോ, അത് നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് എഴുതി നിങ്ങളുടെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഇപ്പോൾ കറൻറ്റിലി ഞാൻ ഇന്ന അവസ്ഥയിലൂടെ, ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന അവസ്ഥ അല്ലെങ്കിൽ കരിയർ പരമാകുന്ന ഒരവസ്ഥ, റിലേഷൻഷിപ്പ്, ഞാൻ ഇന്ന രീതിയിൽ കടന്നു പോകുന്നു എന്ന് തന്നെ നിങ്ങൾ അഫർമേഷൻസിൽ എഴുതുക. ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും നിങ്ങൾക്ക് എത്രയാണ് നിങ്ങൾക്ക് സാമ്പത്തികം കയ്യിൽ വരേണ്ടത്, അത് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ. അതായത് ഒരു 5 ദിവസം മുൻപ് തൊട്ടേ നമ്മൾ ആ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യണം കേട്ടോ. അതായത് ഇന്ന തീയതിയിൽ എനിക്ക് ഇത്ര രൂപ, 20-ാം തീയതിയിൽ എൻ്റെ കയ്യിലേക്ക് ഇത്ര രൂപ, അല്ലെങ്കിൽ 25-ാം തീയതി എൻ്റെ അക്കൗണ്ടിലേക്ക് ഇത്ര രൂപ വന്നതിൽ ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് അതെപ്പോഴും വിഷ്വലൈസ് ചെയ്യണം. എൻ്റെ കയ്യിൽ അത് വന്നിരിക്കുന്നു, എനിക്ക് ഇന്ന കാര്യം ചെയ്യാൻ പറ്റിയിരിക്കുന്നു. നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ദൃഢതയും പോസിറ്റിവിറ്റിയാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ കരിയറും നിങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടും ചെയ്യുക, നമ്മളുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, ഹസ്ബൻഡിന് വേണ്ടിയിട്ടും. അഫർമേഷൻസ് ഇന്ന ആൾ തന്നെ എഴുതണം എന്നൊന്നുമില്ല കേട്ടോ. കുഞ്ഞുങ്ങളുടെ ക്യാരക്ടർ ചേഞ്ചിങ്ങിന്, ഫോണിനൊക്കെ അഡിക്റ്റഡ്, മൊബൈലിനൊക്കെ അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്നതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ അഫർമേഷൻസ് എഴുതിയാൽ മതി. ദേഷ്യമുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ പറ്റും. മടിയുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ അത് മാറ്റിയെടുക്കാൻ പറ്റും. പഠിക്കാനുള്ള ഇൻട്രസ്റ്റിലേക്ക് അവരെ എത്തിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അഫർമേഷൻസ് ചൂസ് ചെയ്യാം. നിങ്ങളുടെ ഫാമിലി ലൈഫിലും എല്ലാം മാറ്റം വരുത്തിയെടുക്കാൻ പറ്റും. പക്ഷേ അത് ഒരു ദിവസം ചെയ്തിട്ട് കാര്യമില്ല, കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണെങ്കിൽ 11 ടെക്നിക്ക് യൂസ് ചെയ്യുക. അപ്പോൾ 11 പ്രാവശ്യം അത് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. അത് ശ്രമിച്ചാൽ മാത്രമല്ല, അത് നമ്മൾ ഹാപ്പി മൂമെൻറ്റ്സോടുകൂടി, ഹാപ്പിനെസ്സോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം, അത് വിഷ്വലൈസ് ചെയ്യണം, ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് എന്ന് തന്നെ കേട്ടോ. പിന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ ചോദ്യങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടുന്നതാണ്. വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ലാസ്റ്റ് എഴുതിയിട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഉപയോഗിക്കുക. വരാഹി മന്ത്രം 308 തവണ പറയുകയോ എഴുതുകയോ ചെയ്താൽ ഫലം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അത് ശത്രുദോഷവും നെഗറ്റീവ് എനർജിയും എല്ലാം നമ്മളിൽ നിന്നും എടുത്തു മാറ്റപ്പെടും. നമ്മുടെ ശരീരത്തിലുള്ള മടി, ക്ഷീണം, അലസ് എല്ലാം മാറ്റിയെടുക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ വജ്രകോശം എന്നുള്ള ആ ഒരു മന്ത്രം. അത് നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സ്വയം ചെയ്ത് നമ്മളെ തന്നെ നമ്മളൊന്ന് പുഷ്ടിപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ആത്മവിശ്വാസത്തോടു കൂടി കടന്നു പോകുക. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് കേട്ടോ. ഒരു പുതിയ തുടക്കമാണ്, ഒരു ആക്ഷൻ കാർഡാണ്. ഇന്നത്തെ ദിവസം ജീവിതത്തിൽ ഒരു പുലരി പോലെ, ഒരു പുതിയൊരു മാറ്റം പോലെ, എന്തൊക്കെയോ ഒരു ബ്ലെസ്സിങ്സ് പോലെ ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഒരു മാറ്റത്തിൻ്റെ സമയമാണ് കേട്ടോ. വളരെ സ്ട്രോങ് ആയ ഊർജ്ജസ്വലതയുടെ മാറ്റത്തിൻ്റെയും ഒരു സമയമായിട്ടാണ് ഇന്നത്തെ ദിവസത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു പുതിയ ഒരു സ്റ്റാർട്ടിങ് എനർജി പോലെ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രവർത്തിക്കണം, അങ്ങനെയൊക്കെയുള്ള ചില ആഗ്രഹങ്ങൾ, ആക്ഷനും ക്രിയേറ്റിവിറ്റിയും ഇന്ന് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ദിവസമായിരിക്കും. അതായത് ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നും. അതുപോലെ പുതിയ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ഉത്ഭവിച്ച് വരുന്നത് പോലെ, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ആരംഭം, ആ ഒരു ചിന്തയൊക്കെ, എന്തെങ്കിലുമൊക്കെ ഒരു പ്രവർത്തിക്കണം മനസ്സിനകത്ത്, ഇല്ലെങ്കിൽ കലാപരമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിവുള്ളവരാണെങ്കിൽ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ചിന്ത, അതിന് വേണ്ട ചില സ്റ്റാർട്ടിങ് എനർജിയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.
ലൈഫിൽ കുറച്ച് മാറ്റങ്ങളുടെയും പുതിയ തുടക്കങ്ങളുടെയും ഒരു ദിവസം തന്നെയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ ചില ഓപ്പർച്യൂണിറ്റീസുകൾ ഇന്ന് നിങ്ങൾക്ക് വന്നു ചേരാനും സാധ്യതയുണ്ട് കേട്ടോ. അതായത് ഒരു ഡിലേ എനർജിയിൽ നിന്ന എല്ലാത്തിനോടും മടുപ്പും ക്ഷീണവും അതുപോലെ തന്നെ ഒന്നിലും ഇൻവോൾവ് ആവാൻ ഇഷ്ടമില്ലാതെയും ഒരു ായിട്ട് നിന്ന അവസ്ഥയിൽ നിന്നും, അതായത് ഒരു മനസ്സിനകത്തുള്ള ആഗ്രഹങ്ങളെയൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുക, പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ഡിസിഷൻ പെട്ടെന്ന് എടുക്കാൻ പറ്റാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന വ്യക്തികളെ സംബന്ധിച്ച് നോക്കുമ്പം നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ അവിടെ നിന്നെല്ലാം നിങ്ങളൊന്ന് പുറത്ത് കടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ സാമ്പത്തികപരമാകുന്ന ചില മേഖലകളിലുള്ളവർക്ക് ഇന്ന് പുതിയ ചില കാര്യങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതായത് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കൈകാര്യം ചെയ്യുന്നവർ, ബിസിനസ് ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ ഒരു ലീഡർഷിപ്പ് മാനേജറായിട്ടും അങ്ങനെയൊക്കെയുള്ള നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് ഇന്ന് നിങ്ങൾക്ക് ചില ഓപ്പർച്യൂണിറ്റീസുകൾ സാമ്പത്തികത്തെ ബേസ് ചെയ്ത് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ആരുടെയെങ്കിലുമൊക്കെ ഒരു സാമ്പത്തിക സപ്പോർട്ടിങ് ഡെപ്പോസിറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങളിലേക്കോ ഒരു വെൽത്ത് എനർജി ഇന്ന് നിങ്ങൾക്ക് അങ്ങനെയുള്ള മേഖലകളിലുള്ളവർക്ക് ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇന്ന് വളരെ സ്മൂത്തായിട്ട് ഒരു തടസ്സങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെ സാമ്പത്തികം കൈകാര്യം ചെയ്തു പോകാൻ സാധിക്കും കേട്ടോ. അതുപോലെ ഫിനാൻസിനെ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നവർക്കും ഇന്ന് ഓപ്പർച്യൂണിറ്റീസുകളാണ്, ഒരു പുതിയ ഒരു ചേഞ്ചിങ് ആണ്. അതായത് അതിൻ്റെ ഫലം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 6 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് ആളുകൾക്ക് ഇന്നൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരു വാക്ക് തർക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും പുതിയ കാര്യത്തെ ബേസ് ചെയ്തായിരിക്കാം കേട്ടോ ആ ഒരു വാക്തർക്കം വരുന്നത്. പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും ഒരു അഭിപ്രായമൊക്കെ ചോദിച്ചതിൻ്റെ ഫലമായിട്ടോ ചോദിക്കാൻ പോകുന്നതിൻ്റെ ഫലമായിട്ടോ ചില തടസ്സങ്ങളും അല്ലെങ്കിൽ അതിനൊരു ഒഴിവ് കിഴിവ് പറയുന്നതായിട്ടും അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു വാക്തർക്കം ഉണ്ടാക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസും കാണുന്നുണ്ട്. പക്ഷെ അതൊരു വാക്ക് തർക്കമാണ്, ഒരു കോൺഫ്ലിക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഒരു രസകരമായ ഒരു ടോക്കിംഗ് എനർജിയാണ് കാണുന്നത്. നല്ല തമാശ പോലെ സംസാരിച്ചാലും അതിനകത്ത് വേണ്ട കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഇന്നത്തെ ദിവസം ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ കുറച്ച് ആളുകളുടെ എനർജിയിൽ നിന്നും ഒന്ന് പുറത്തു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരു പക്ഷേ അതിനകത്ത് നമുക്ക് പറയാൻ സാധിക്കുന്നത് നിങ്ങൾ പ്രതികരിച്ചു എന്നതിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളെല്ലാം സൈലൻ്റായിട്ട് നിന്ന വ്യക്തികൾ ജസ്റ്റ് മറുപടി കൊടുത്തു എന്നതിൻ്റെ ഫലമായിട്ട് പെട്ടെന്നൊരു ഷോക്ക് ഫീലിങ്സ് വന്ന് ചില വ്യക്തികൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളിൽ നിന്നും ഇന്ന് ആരെല്ലാം പുറത്തു പോയാലും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു പൂർണ്ണത തന്നെയാണ്, ഒരു പുതിയ പുലരി തന്നെയാണ്, സക്സസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ മറ്റുള്ളവരോടൊന്ന് തർക്കിക്കേണ്ടി വരുന്നത്, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഇന്ന് ഉണ്ടാകുന്നത്, അത് നിങ്ങൾക്ക് വിജയമാണ് വന്നു ചേരുന്നത്, പരാജയമല്ല. നിങ്ങൾക്ക് ധൈര്യമായി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഹെറോഫൻറ്റിൻ്റെ എനർജിയാണ്. ഒരു ഡിസിഷനൊക്കെ എടുക്കുന്ന ചിലരെ സംബന്ധിച്ചൊരു ലീഗൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ അങ്ങനെയുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസിലൂടെ മറ്റൊരാളുടെ മധ്യസ്ഥ ചർച്ചയ്ക്ക് പോകുന്ന സിറ്റുവേഷൻസ് ഉള്ളവരെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ചീറ്റിംഗ് എനർജീനെ ബേസ് ചെയ്താണല്ലോ. ഒരു പക്ഷേ നിങ്ങളെ സാമ്പത്തികപരമായിട്ട് ചീറ്റിംഗ് ചെയ്യുകയോ ഇമോഷണലി പാർട്ട്ണറിൽ നിന്ന് ചീറ്റിംഗ് ലഭിച്ചതോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം വാങ്ങിയതിൻ്റെയോ വിൽക്കുന്നതിനെയോ ബേസ് ചെയ്തോ, അല്ലെങ്കിൽ കരിയറിനെ ബേസ് ചെയ്തോ ഒരു ചീറ്റിംഗ് സംഭവിച്ചതിനെ ബേസ് ചെയ്തുള്ള ഒരു മധ്യസ്ഥതയ്ക്ക് പോകുന്ന ആളുകളുടെ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു എനർജിയിൽ പാസ്റ്റിൽ എന്തെങ്കിലും ലോസ് വന്നിട്ടുണ്ടെങ്കിൽ, പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, വെല്ലുവിളി നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരിച്ച് ലഭിക്കുന്ന അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാനുള്ള ഒരു മാർഗം ഓപ്പൺ ആകുന്നതായിട്ടാണ് കാണുന്നത്. അത് കുടുംബ ബന്ധത്തിലാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും മറ്റു മെറ്റീരിയലിസ്റ്റിക് ആകുന്ന എന്തെങ്കിലുമൊക്കെ വീടോ വാഹനമോ സ്ഥലമോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ ഏത് രീതിയിലാണെങ്കിലും ഇന്ന് നിങ്ങൾക്കൊരു അഡ്വൈസ്, ഒരു മധ്യസ്ഥ ചർച്ച നടത്തേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുന്നവരെ സംബന്ധിച്ച്
തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു പോകേണ്ടി വരുന്നുണ്ട്. അതായത് പാസ്റ്റിലേക്ക് തന്നെ നിങ്ങൾക്ക് തിരിച്ചു പോകാം. അതായത് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ പറ്റുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ അത് നിങ്ങൾക്ക് അനുകൂലമായ ഒരു എനർജി ആയിരിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു സ്പിരിച്വൽ മതപരമാകുന്ന ചില കാര്യങ്ങളെ ബേസ് ചെയ്തും ചില ക്ലാരിറ്റികൾ ഇന്ന് നിങ്ങൾക്ക് വരുത്തേണ്ടി വരുന്നുണ്ട്. ഒരു പക്ഷേ പാസ്റ്റിലെ ചില ഇടങ്ങളിൽ പോകാനും സന്ദർശിക്കാനുമൊക്കെയുള്ളൊരു യോഗം അതിന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് ആളുകൾക്ക്. അതായത് ഒരു ക്യൂരിയോസിറ്റി എനർജി, പഴയ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്ത്, അതൊരു ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്ത് കുറേ കാലങ്ങളായിട്ട് ചില പ്ലാനിങ് ഒക്കെ ആസൂത്രണം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസിൽ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നോക്കുമ്പം നമുക്കിവിടെ പറയാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നിന്നൊന്ന് പുറത്ത് കിടക്കണം കേട്ടോ. കുറേ കാലങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിലൊരു സ്തംഭനാവസ്ഥ, നിങ്ങളുടെ ഒരു ആഗ്രഹത്തിനെ ഫോക്കസ് ചെയ്ത് നിന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു പോസിറ്റീവാകുന്ന റിസൾട്ട് ലഭിക്കുന്നില്ല എന്ന് തോന്നുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ അതിൽ നിന്നും വിട്ടുപോകുക, അതിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾക്കത് അവസാനിപ്പിക്കാൻ പറ്റുന്ന ചില സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് വെയിറ്റിംഗ് ചെയ്തൊരു ഗുഡ് ന്യൂസ് ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി നിന്ന ചില കാര്യങ്ങളെ, കുറച്ച് ആളുകളെ സംബന്ധിച്ച് അത് ഇമോഷണലി ആവാം, ഫിനാൻഷ്യലി ആവാം, അതുപോലെ തന്നെ ബിസിനസ് സംബന്ധം, കരിയർ പാതയെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാവാം, അതിനെ വിട്ട് കളയേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ. അതിനുള്ള ആ ഒരു ഗൈഡൻസ് നിങ്ങളുടെ തേർഡ് ഐ ചക്രയിൽ നിന്ന് തന്നെ, നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ എനർജിയിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാനും ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്തിറങ്ങിപ്പോകാം എന്ന് തോന്നുകയും ചെയ്യുന്ന സാഹചര്യം കാണുന്നുണ്ട്. ഏസ് ഓഫ് സോഴ്സിൻ്റെ എനർജി ഉണ്ട്. നമുക്കിവിടെ വന്നതുപോലെ ഇമോഷണലി നിങ്ങൾ തോറ്റുപോയ ചില ഇടങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവ്വം വിജയിക്കാൻ പോകുന്ന സിറ്റുവേഷൻസും കാണുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങളെ സംബന്ധിച്ച് അവിടെ പറയുന്നത് നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനെയും ഒന്ന് ക്ലാരിറ്റി വരുത്തുക. അതായത് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണുക, ബുദ്ധിപൂർവ്വം സന്ദർഭങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ട ദിവസമാണ്. നല്ലൊരു അഡ്വൈസ് വേണമെങ്കിൽ അഡ്വൈസ് തേടുക, അതല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് ആക്ഷൻ എടുക്കുക എന്നാണ് കാണിക്കുന്നത്. അതായത് പുതിയ ഒരു തുടക്കം, ബുദ്ധിപൂർവ്വം പുതിയൊരു തുടക്കത്തിൻ്റെയും ഒരു സക്സസിൻ്റെ എനർജി കാണുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ, ഇന്നത്തെ ദിവസം ഇമോഷണലി ആണെങ്കിലും ഫിനാൻഷ്യലി ഒക്കെ ആണെങ്കിലും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതിനകത്ത് അപകടവും ഒളിഞ്ഞിരിപ്പുണ്ട്. എന്നാൽ നല്ല രീതിയിൽ ചിന്തിച്ച് കൈകാര്യം ചെയ്താൽ വിജയവും ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. കിങ് ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ചില നഷ്ടങ്ങളെ, ചില എവിടെയെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് തല കുനിഞ്ഞ് നിന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒറ്റപ്പെടുകയോ അപമാനിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു തല ഉയർത്തിപ്പിടിച്ച് ആത്മാഭിമാനത്തോടു കൂടി ഇന്ന് ആ ഇടങ്ങളിലെല്ലാം നിൽക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്ന, നിങ്ങളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു, നല്ലൊരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റുന്നു. അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്കൊരു സ്ഥാനമാറ്റം വരുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വിജയം വരുന്നു. നിങ്ങൾ എവിടെയാണോ താഴ്ന്നു നിന്നത് അവിടെ നിങ്ങൾ ഉയർത്തപ്പെടുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ദ ഫൂൾ കാർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അത് തന്നെ നിങ്ങൾക്ക് വീണ്ടും എനർജിയിൽ നിങ്ങളുടെ കരിയറിലാണെങ്കിലും ലൈഫിൽ ഏത് മേഖലയിലാണെങ്കിലും നിങ്ങൾക്കൊരു പുതിയ തുടക്കം, മുന്നും പിന്നും നോക്കാതെ നിങ്ങൾക്കിന്ന് ആക്ഷൻ എടുക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ജസ്റ്റിസ് ആണ് കേട്ടോ. കരിയറിലൊക്കെ ഒരു ചേഞ്ചിങ് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചെയ്യാം. കാരണം നിങ്ങളുടെ ലൈഫിലൊരു ജസ്റ്റിസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥാനമാറ്റം, സ്ഥാനക്കയറ്റം
കുതിച്ചുകയറ്റം, അതുപോലെ സാമ്പത്തിക മേഖലയിലുള്ള ഒരു ഉയർച്ച, ഇതെല്ലാം നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് ആളുകളുടെ ഈ എനർജിയിൽ, ആ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ ഒന്നും നോക്കാതെ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം നടത്താനുള്ളൊരു മൈൻഡ് പവർ നിങ്ങൾക്ക് തന്നെ വരും. അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ജസ്റ്റിസാണ് കേട്ടോ. അതായത് ഒരു കർമ്മ എനർജിയാണ്, നിങ്ങളുടെ ഒരു കർമ്മഫലമാണ്. അത് പോസിറ്റീവ് ആകുന്ന ഒരു കർമ്മഫലത്തിലേക്ക്, ഒരു ബാലൻസിലേക്ക്, അതായത് ബുദ്ധി പ്രയോഗിക്കുകയും ചെയ്യണം, എന്നാൽ സിറ്റുവേഷൻസിനെ നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുകയും ചെയ്യണമെന്നുള്ളൊരു എനർജി കരിയർ മേഖലയെയും ഫിനാൻഷ്യൽ മേഖലയും ബേസ് ചെയ്ത് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങളെ ആരെങ്കിലും ബ്ലോക്ക് ചെയ്തു എന്നുള്ള ഒരു തോട്ട്സിൽ നിങ്ങൾ ഒന്നിലധികം പ്രശ്നങ്ങളെ ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഫാമിലിപരമാകുന്ന പ്രശ്നത്തെക്കുറിച്ചാണെങ്കിലും നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ ആ ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ഹാപ്പി മൂമെൻറ്റ്സ് ആണ് വരുന്നത്, ഹാപ്പി ഫാമിലി എനർജിയാണ് വരുന്നത്. നിങ്ങൾ ടെൻഷൻ അടിച്ച് നിങ്ങളുടെ ആ ഒരു ഹെൽത്ത് ഇഷ്യൂ വരുത്തുകയല്ലാതെ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങളിങ്ങനെ പെയിൻ എനർജിയിലൂടെ കൊണ്ടുപോയി തളർത്തുകയല്ലാതെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു പ്രശ്നവും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയില്ല. ഹാപ്പി ഫാമിലി എനർജിയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ആളുകളെ സംബന്ധിച്ച് ഗാർഡിയൻ എനർജിയിലുള്ളവർ, ഫാദർ എനർജിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്ക് കുറച്ചൊരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി, കുറച്ച് ബെർഡൻ അല്ലെങ്കിൽ ഓവർ ഹാർഡ് വർക്കിംഗ് എനർജി ഇന്നത്തെ ദിവസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അതായത് എന്താ പറയുക, ഒരു ഇംബാലൻസിങ് എനർജി ഇന്ന് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ അതും മാനേജ് ചെയ്ത് കടന്നു പോകാം. നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകാതെ മുന്നോട്ട് തന്നെ പോകണം കേട്ടോ. ക്യൂൻ ഓഫ് വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും മിസ്യൂസിങ് ചെയ്ത് കടന്നുപോയ വ്യക്തികളോട് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഇന്ന് ഫൈറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്കിടെ മുന്നിൽ നിങ്ങൾക്ക് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് നിങ്ങളെ പെയിനാക്കിയ, നിങ്ങളെ തഴം താത്തിയ ചില വ്യക്തികളുടെ മുന്നിൽ ഉയർന്ന് തലയെടുപ്പോടുകൂടി ഉയർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് നിങ്ങൾക്ക് വരും. വളരെ മെൻ്റൽ ക്ലാരിറ്റിയോട് കൂടി തന്നെ ആ ഒരു സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യണമെന്നൂടി എനർജി കാണിക്കുന്നുണ്ട്. പിന്നെ പാസ്റ്റിലേക്കൊക്കെ തിരിഞ്ഞു നോക്കി എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങളും ഒരു എനർജിയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് നമുക്കതും വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് കേട്ടോ. ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ പറ്റുന്നൊരു ദിവസമാണ് ഇന്ന്. പ്രവർത്തന മേഖലകളിലെല്ലാം നിങ്ങൾക്ക് ശോഭിക്കാൻ പറ്റും. നിങ്ങൾക്ക് ചില ഗുഡ് ന്യൂസുകൾ ഇന്ന് കേൾക്കാൻ സാധിക്കും. ചില കാര്യങ്ങളെല്ലാം ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് എടുത്ത് കളയാൻ സാധിക്കും. ജീവിതത്തിൽ സ്ട്രെസ് എനർജി, ടെൻഷൻ അടിക്കുന്നതൊക്കെ വെറും നിസ്സാരവൽക്കരിച്ച് കടന്നു പോകാൻ സാധിക്കും. സാമ്പത്തിക ബ്ലോക്കേജുകൾ ഒന്നും തന്നെ ഇന്ന് വരില്ല. അതുപോലെ തന്നെ ലീഗൽപരമായ മേഖലയിലൊക്കെ നിൽക്കുന്ന ആർക്കാണെങ്കിലും നിങ്ങൾക്ക് അനുകൂലമാകുന്ന ചില സാഹചര്യങ്ങളെ ഇന്ന് നേരിടാൻ സാധിക്കുന്ന ഒരു എനർജി കൂടിയാണ് വന്നിരിക്കുന്നത്. ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന മെസ്സേജ് ഇൻ ദി നിയർ ഫ്യൂച്ചർ എന്നാണ് കേട്ടോ. നിങ്ങളുടെ കഴിവുകൾക്ക് വേണ്ടി, അതായത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മികവും സക്സസ്സും ഒക്കെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ ഇൻ ദി നിയർ ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അടുത്ത ആ ഒരു ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ കഠിനാധ്വാനത്തിന്, നിങ്ങളുടെ കാത്തിരിപ്പിന്, നിങ്ങളുടെ മാനിഫെസ്റ്റേഷന് ഫലം ലഭിക്കുന്നു. അതായത് ഹെൽത്ത്, വെൽത്ത്, അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ പരമാകുന്ന മേഖലകൾ, ഇമോഷണൽ മേഖലകൾ, അതുപോലെ തന്നെ എല്ലാ സിറ്റുവേഷൻസുകളിലും നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വിജയം നെക്സ്റ്റ് ഫ്യൂച്ചറിലേക്ക്, അടുത്ത നിങ്ങളുടെ സമയത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പീസ്ഫുൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. സമാധാനപരമായിട്ട് തീരുമാനമെടുക്കാനായിട്ട്, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ സ്തംഭനാവസ്ഥ, നിങ്ങളൊരു ഇരയാക്കപ്പെട്ട പോലെ ഫീലിങ്സ്, ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ, എപ്പോഴും നെഗറ്റീവ് തോട്ട്സുകൾ, നിങ്ങളെ ബ്ലോക്ക് ആക്കുന്ന ചിന്തകളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ റൈറ്റ് ഹീലിംഗ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം. അഫർമേഷൻസ് തീർച്ചയായിട്ടും നിങ്ങൾ എഴുതണം. കൂടാതെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ തീർച്ചയായിട്ടും പറയണം. മാത്രവുമല്ല, നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു എക്സ്പെക്റ്റേഷൻ, ഒരു പ്രതീക്ഷ ഉണ്ടാവണം. നമുക്ക് ചുറ്റുമുള്ളവരിലല്ല, നിങ്ങളുടെ ആത്മാവിലേക്ക് നിങ്ങളുടെ പ്രതീക്ഷ കൊടുക്കുക. തീർച്ചയായിട്ടും പീസ്ഫുൾ റെസൊല്യൂഷൻ, സമാധാനപരമായിട്ട് തീരുമാനമെടുക്കൂ എന്നാണ് പറയുന്നത്. സക്സസ് എനർജിയെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് പുതിയ തുടക്കങ്ങൾ, എന്തെങ്കിലുമൊക്കെ പുതിയ ബിസിനസ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ബുദ്ധിപൂർവം ചെയ്യുന്ന, ബുദ്ധി പ്രയോഗിച്ച് ചെയ്യുന്ന ചില കാര്യങ്ങൾ, അതായത് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കാം, പുതിയ എന്തെങ്കിലും കോഴ്സുകൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം.
നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം ചെയ്യുന്ന ഏത് മേഖലയിലേക്ക് ഇറങ്ങുന്ന വ്യക്തികൾക്കും സക്സസ് ആണ് എന്നാണ് നമുക്ക് കാണുന്നത് ഇന്നത്തെ എനർജിയിൽ. പിന്നെ ഈ എലോൺ എനർജിയിൽ എപ്പോഴും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും തീർച്ചയായിട്ടും പുറത്ത് വരിക കേട്ടോ. ഒറ്റപ്പെട്ട് നിൽക്കരുത് എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾ പുറത്ത് കടക്കുക. എപ്പോഴും എലോൺ എനർജിയിൽ നിന്നാൽ നിങ്ങൾക്കൊന്നും കാണാൻ സാധിക്കുകയില്ല. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നിങ്ങൾ വിശാലമാകുന്ന ഈ ഭൂമിയെ അല്ലെങ്കിൽ ഈ ഒരു പ്രകൃതിയെ ഒന്ന് വീക്ഷിക്കുക കേട്ടോ. സ്വയം കുറ്റപ്പെടുത്തി ഒറ്റപ്പെട്ട് ഉള്ളിൽ വലിഞ്ഞു നിൽക്കാതെ ആക്റ്റീവ് ആവാൻ ശ്രമിക്കുക കേട്ടോ.